എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന TestNG എന്ന ടെസ്റ്റിംഗ് ഫ്രെയിംവർക്കിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഞാൻ ഈ പ്ലേലിസ്റ്റിൽ TestNG റിലേറ്റഡ് വീഡിയോസ് ആയിരിക്കും ആഡ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇനി ഇൻട്രൊഡക്ഷനിലേക്ക് പോവാം. TestNG സ്റ്റാൻഡ്സ് ഫോർ ടെസ്റ്റ് നെക്സ്റ്റ് ജനറേഷൻ. TestNG എന്ന വേർഡിനകത്തെ NG എന്ന ലെറ്റേഴ്സ് ഡിനോട്ട് ചെയ്യുന്ന നെക്സ്റ്റ് ജനറേഷൻ എന്നുള്ളതാണ്. അതായത് TestNG എന്നുള്ള ഒരു മോഡേൺ നെക്സ്റ്റ് ജനറേഷൻ ടെസ്റ്റിംഗ് ഫ്രെയിംവർക്ക് ആണ് എന്നുള്ള രീതിയിലാണ് ഈ പേര് ഇതിന്റെ ക്രിയേറ്റർ കൊടുത്തിരിക്കുന്നത്. അടുത്ത പോയിന്റ്, TestNG is a testing framework for the Java programming language created by Cedric Boost and inspired by JUnit and NUnit. TestNG എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട ഉത്തരം TestNG ഒരു ടെസ്റ്റിംഗ് ഫ്രെയിംവർക്ക് ആണ്. ഇത് ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മാത്രം സ്യൂട്ട് ആയിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് ഫ്രെയിംവർക്ക് ആണ്. വേറൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഈ TestNG എന്ന ടെസ്റ്റിംഗ് ഫ്രെയിംവർക്ക് യൂസ് ചെയ്യാൻ പറ്റുകയില്ല. ഇത് ക്രിയേറ്റ് ചെയ്ത ആളുടെ പേര് സെഡ്രിക് ബിസ്റ്റ് എന്നാണ്. അദ്ദേഹം JUnitഉം NUnitഉം എന്ന രണ്ട് ടെസ്റ്റിംഗ് ഫ്രെയിംവർക്കിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് TestNG എന്ന ടെസ്റ്റിംഗ് ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത പോയിന്റ്, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ യൂണിറ്റ് ഇന്റഗ്രേഷൻ, എൻഡ് ടു എൻഡ് സിസ്റ്റം ഫംഗ്ഷൻ ടെസ്റ്റിംഗ് എക്സെട്ര. ഏതൊക്കെ ടൈപ്സ് ഓഫ് ടെസ്റ്റിങ്ങിന് TestNG യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. യൂണിറ്റ് ടെസ്റ്റിംഗ്, ഇന്റഗ്രേഷൻ, എൻഡ് ടു എൻഡ് സിസ്റ്റം ടെസ്റ്റിംഗ്, ഫംഗ്ഷൻ ടെസ്റ്റിംഗ്, അങ്ങനെയുള്ള ടെസ്റ്റിംഗ് ടൈപ്സിന് വേണ്ടി TestNG യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത പോയിന്റ്, ഇറ്റ് പ്രൊവൈഡ് സം അഡീഷണൽ ഫീച്ചേഴ്സ് വെൻ കമ്പയർഡ് ടു JUnit. അപ്പോൾ JUnitനകത്ത് കുറച്ച് ഫീച്ചേഴ്സിന്റെ കുറവുകളുണ്ട്. അപ്പം ആ കുറവുകളും കൂടെ നികത്തിക്കൊണ്ടാണ് TestNG എന്ന ടെസ്റ്റിംഗ് ഫ്രെയിംവർക്ക് സെഡ്രിക് ബിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നോക്കാനുള്ള ഫീച്ചേഴ്സ് ഓഫ് TestNG ആണ്. ഫസ്റ്റ് പോയിന്റ്, പ്രൊവൈഡ്സ് മെനി അനോട്ടേഷൻസ് ടു കൺട്രോൾ ടെസ്റ്റ് എക്സിക്യൂഷൻ. അതായത് TestNG കുറെ അനോട്ടേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. @ടെസ്റ്റ്, @ബിഫോർ മെത്തേഡ്, @ആഫ്റ്റർ മെത്തേഡ്, അങ്ങനെ കുറെ അനോട്ടേഷൻസ്. അപ്പോൾ ഈ അനോട്ടേഷനെ കുറിച്ചുള്ള വീഡിയോസ് ഞാൻ ഈ പ്ലേലിസ്റ്റ് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് TestNG കുറെ അനോട്ടേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ അനോട്ടേഷൻസ് വെച്ച് നമുക്ക് ടെസ്റ്റ് എക്സിക്യൂഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. അടുത്ത പോയിന്റ്, സപ്പോർട്ട്സ് ഫോർ ഡാറ്റ ഡ്രിവൺ ടെസ്റ്റിംഗ് വിത്ത് ഡാറ്റ പ്രൊവൈഡ്. അതായത് TestNG വെച്ച് നമുക്ക് ഡാറ്റ ഡ്രിവൺ ടെസ്റ്റിംഗ് അച്ചീവ് ചെയ്യാൻ പറ്റും. അതായത് ടെസ്റ്റ് കേസിലേക്ക് ഡാറ്റ പാസ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന അനോട്ടേഷന്റെ പേരാണ് @ഡാറ്റ പ്രൊവൈഡർ. അടുത്ത പോയിന്റ്, ജനറേറ്റ്സ് ഇൻബിൽഡ് HTML റിപ്പോർട്ട്. ടെസ്റ്റ് എക്സിക്യൂഷൻ കഴിയുമ്പോൾ TestNG ഒരു ഡീഫോൾട്ട് ആയിട്ടൊരു HTML റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യും. ആ HTML റിപ്പോർട്ടിനകത്ത് പാസ്സായ ടെസ്റ്റ് കേസസിന്റെയും ഫെയിലായ ടെസ്റ്റ് കേസസിന്റെയും സ്കിപ്പായ ടെസ്റ്റ് കേസിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, സപ്പോർട്ട്സ് പാരലൽ എക്സിക്യൂഷൻ ഓഫ് ടെസ്റ്റ് കേസ് ദെയർബൈ റെഡ്യൂസിങ് ടെസ്റ്റ് എക്സിക്യൂഷൻ ടൈം. അതായത് ടെസ്റ്റ് കേസസ് നമ്മൾ ബൈ ഡീഫോൾട്ട് റൺ ചെയ്യുമ്പോൾ അത് സീക്വൻഷ്യൽ ആയിട്ടായിരിക്കും റൺ ആകുന്നത്. അതായത് ഒരു ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ആയ ശേഷം അത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ അടുത്ത ടെസ്റ്റ് കേസ് സ്റ്റാർട്ട് ആവുള്ളൂ. പക്ഷേ TestNG വെച്ച് നമുക്ക് അറ്റ് എ ടൈം നമുക്ക് ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ടെസ്റ്റ് എക്സിക്യൂഷൻ ടൈം കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. അടുത്ത പോയിന്റ്, ടെസ്റ്റ് കേസസ് ക്യാൻ ബി ഗ്രൂപ്പ് ആൻഡ് ടെസ്റ്റ് കേസ് എക്സിക്യൂഷൻ ഓർഡർ ഫ്ലോ ക്യാൻ ബി കൺട്രോൾ. അതായത് ടെസ്റ്റ് കേസ് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ സാധിക്കും. അതായത് സ്മോക്ക് ടെസ്റ്റ് കേസസ്, റിഗ്രഷൻ ടെസ്റ്റ് കേസസ്, സാനിറ്റി ടെസ്റ്റ് കേസ്, എന്നിട്ട് ആ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്ന ടെസ്റ്റ് കേസ് ഓരോ ഗ്രൂപ്പ് അനുസരിച്ച് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. അപ്പം ഒരാൾക്ക് സ്മോക്ക് ടെസ്റ്റ് കേസ് മാത്രം റൺ ചെയ്താൽ മതി. അങ്ങനെയുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് മാത്രമായിട്ട് റൺ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ടെസ്റ്റ് കേസ് ഗ്രൂപ്പ് ചെയ്ത് റൺ ചെയ്യാനുള്ള കേപ്പബിലിറ്റി TestNGക്കുണ്ട്. അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്നത്, ടെസ്റ്റ് കേസ് എക്സിക്യൂഷൻ ഓർഡർ ഫ്ലോ ക്യാൻ ബി കൺട്രോൾ. അതായത് ഒരു ക്ലാസ്സിൽ ടെസ്റ്റ് കേസസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ഏത് ടെസ്റ്റ് കേസസ് ആദ്യമേ എക്സിക്യൂട്ട് ചെയ്യുന്ന ഓർഡർ ഫ്ലോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി പ്രയോറിറ്റി എന്നൊരു കൺസെപ്റ്റ് TestNG പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വെച്ച് നമുക്ക് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അടുത്ത പോയിന്റ്, ഇറ്റ് ഹാസ് സപ്പോർട്ട് ഫോർ പാരാമീറ്ററൈസിങ് ടെസ്റ്റ് കേസസ് യൂസിങ് പാരാമീറ്റേഴ്സ് അനോട്ടേഷൻ. അതായത് ടെസ്റ്റ് കേസുകളെ പാരാമീറ്ററൈസ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന അനോട്ടേഷൻസ് ആണ് പാരാമീറ്റേഴ്സ് എന്നുള്ളത്. അതായത് ഒരു ടെസ്റ്റ് കേസ് ഏതൊക്കെ ബ്രൗസറിൽ റൺ ചെയ്യണമെന്ന് നമുക്ക് പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യാൻ പറ്റും പാരാമീറ്റർ അനോട്ടേഷൻ യൂസ് ചെയ്ത്. അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇറ്റ് ഹാസ് ഡിഫറെന്റ് അസേർഷൻസ് ദാറ്റ് ഹെൽപ്പ് ഇൻ ചെക്കിംഗ് ദ എക്സ്പെക്ടഡ് ആൻഡ് ആക്ച്വൽ റിസൾട്ട്സ്. അതായത് TestNG വെച്ച് ടെസ്റ്റ് കേസുകൾക്ക് നമുക്ക് വാലിഡേഷൻ ചെക്ക് പോയിന്റ്സ് ആഡ് ചെയ്യാൻ പറ്റും. അതായത് ടെസ്റ്റ് കേസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ പെർഫോം ചെയ്യുന്നുണ്ടോ, നമ്മുടെ ആക്ച്വൽ റിസൾട്ടുമായിട്ട് എക്സ്പെക്ടഡ് റിസൾട്ട് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും സെയിം ആണോ എന്നുള്ളതൊക്കെ
TestNGയുടെ അസേർഷൻസ് യൂസ് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് TestNGയെ കുറിച്ചുള്ള ബേസിക് ഇൻട്രൊഡക്ഷൻ. തുടർന്ന് TestNG റിലേറ്റഡ് വീഡിയോസ് ഞാൻ ഈ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.